Thank you so much, sir. Now, I very cordially invite Shri Arun K. Venugopal, Additional Public Prosecutor, to come up for the felicitation address. Sir, please. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ BPD കേരളയുടെ ചെയർമാൻ ശ്രീ അനിൽ TK അവറുകൾ, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ലഫ്റ്റനൻറ്റ് ജനറൽ അജിത് നീലകണ്ഠൻ അവറുകൾ, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, സത്യത്തിൽ ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെയൊക്കെ മുഖങ്ങൾ കാണുമ്പോൾ എനിക്ക് ഈ അടുത്ത് എൻ്റെ കോടതിയിലുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ സാക്കേത്ത് കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ കോടതിയിലൊരു കേസ് വന്നിരുന്നു. ഞാൻ സംഗംവിഹാർ പോലീസ് സ്റ്റേഷനിലെ ആ പോലീസ് സ്റ്റേഷൻ എൻ്റെ പരിധിയിലുള്ള കോടതിയിലാണ്. അപ്പോൾ ആ പോലീസ് സ്റ്റേഷനിലൊരു കളവ് കേസാണ് എൻ്റെ കോടതിയിൽ വന്നത്. അതിൻ്റെ വിചാരണ തുടങ്ങുന്ന ദിവസമായിരുന്നു. അപ്പോൾ ആ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംഗംവിഹാർ ആ പരിധിയിലുള്ള അവിടെ ഒരു സ്കൂള് നടത്തുന്ന ഒരു ടീച്ചർ, അവരൊരു പ്ലേ സ്കൂള് നടത്തുകയാണ്. അപ്പോൾ ആ പ്ലേ സ്കൂളിൽ നിന്നും, നമ്മുടെ നാട്ടിലൊക്കെ അംഗനവാടി എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്ലേ സ്കൂൾ നടത്തുന്നു. ആ പ്ലേ സ്കൂളിൽ നിന്നും 2 പയ്യന്മാർ ആ പ്ലേ സ്കൂളിലേക്ക് ഒരു ദിവസം അതിക്രമിച്ച് കയറി ആ ടീച്ചറുടെ പ്ലേ സ്കൂളിലുണ്ടായിരുന്ന അവരുടെ എന്താ പറയുക, അവരുടെ ഒരുപാട് വസ്തുക്കൾ, CCTV ക്യാമറ, അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ആ പ്ലേ സ്കൂളിലുണ്ടായിരുന്ന അവരുടെ ഒരുപാട് പണം, ഇതെല്ലാം മോഷ്ടിച്ച് കൊണ്ടുപോയി. അപ്പോൾ ഒരു കളവ് കേസിൻ്റെ വിചാരണയാണ്. അപ്പോൾ ആ വിചാരണ തുടങ്ങിയ ആ ദിവസം ഈ ടീച്ചർ എന്നെ കാണാൻ വന്നു. അപ്പോൾ ടീച്ചർ എന്നോട് ചോദിച്ചു, ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയ്ക്ക് ടീച്ചർ എൻ്റെ അടുത്ത് വന്നു. ടീച്ചർ ചോദിച്ചു, സാർ ഞാൻ എന്താണ് പറയേണ്ടത്? അപ്പോൾ ഞാൻ ടീച്ചറോട് കാര്യങ്ങൾ പറഞ്ഞത്, ഇതാണ് നിങ്ങളുടെ കേസ്, ഇതിൽ നടന്ന കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് പറയണം എന്ന് പറഞ്ഞു. ടീച്ചർ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ടീച്ചർ എന്നോട് ചോദിച്ചു, സാർ ഞാൻ മൊഴി മാറ്റി പറഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ മൊഴി മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളെ വെറുതെ വിടും. അങ്ങനെ വരുമ്പോൾ ഈ പ്രോസിക്യൂഷൻ ഈ കേസ് തോൽക്കും. നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, പ്രോസിക്യൂഷൻ സാക്ഷി കൂറുമാറി പ്രോസിക്യൂഷൻ കേസ് തോറ്റു എന്നൊക്കെ. അപ്പോൾ ഒരു പ്രോസിക്യൂട്ടറെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും സാക്ഷിയെ കൊണ്ട് സത്യം പറയിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ സത്യമേ പറയാൻ പാടുള്ളൂ, നടന്ന സംഭവങ്ങൾ നിങ്ങൾ പറയണം. പക്ഷേ ഈ ടീച്ചർ എന്ത് ചെയ്താ, ടീച്ചർ എന്നോട് പറഞ്ഞു, എനിക്കങ്ങനെ സത്യം പറയാൻ പറ്റില്ല സാർ. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താണ്? അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, സാർ ഞാനൊരു ടീച്ചറാണ്. ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് ഈ 2 കുട്ടികൾ, അവർ ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരൊരു കളവ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ എൻ്റെ ഒരു മൊഴി കൊണ്ട് അവരെ തീഹാർ ജയിലിലേക്ക് പറഞ്ഞയക്കാൻ ഞാൻ തയ്യാറല്ല എന്നവർ പറയുകയും അവർ മൊഴി മാറ്റി പറയുകയും അങ്ങനെ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ കുട്ടികളെ വെറുതെ വിടുകയും ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ കോടതിയിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം, എന്തുകൊണ്ട് അവർക്കങ്ങനെ മൊഴി മാറ്റി പറയാൻ തോന്നി? ശരിക്കും പറയുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ എന്താ പറയുക, ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ അവർക്ക് കടന്നു പോകേണ്ടി വന്നു. അവരൊരു വിധവയാണ്, അവർ ഈ ഒരു വരുമാനം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ. പക്ഷെ എന്നിട്ടും അവർക്ക് തൻ്റെ ആരുമല്ലാത്ത 2 കുറ്റവാളികളോട് അവർക്ക് തോന്നിയ ഒരു ദയ, അതാണ് എനിക്ക് തോന്നിയത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ ജീവിത സാഹചര്യത്തിൽ, നമ്മളുടെ ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും ഇല്ലാത്തൊരു കാര്യം അതാണ് ദയ. അതായത് നമ്മളെല്ലാവരും അവനവനിലേക്ക് മാത്രം നോക്കി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. നമ്മൾ അപരനെ കാണാൻ നമുക്ക് ആർക്കും സമയമില്ല. അപ്പോൾ ഇവിടെയാണ് ഈ ടീച്ചറെ പോലെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇന്നത്തെ ഈ സംഘടനയുടെ ചെയർമാൻ ശ്രീ അനിൽ ജിയെ പോലെയുള്ള ആൾക്കാരൊക്കെ അപരനിലേക്ക് നോക്കുന്ന ആൾക്കാരാണ്. അവിടെയാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ വളരെ പ്രശസ്തമായൊരു കൃതിയുണ്ട്, ആത്മോപദേശ ശതകം. അപ്പം അതിൽ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്ന ആ കൃതിയിൽ ഗുരു പറയുന്നുണ്ട്, അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു, കൃപണൻ അധോന്മുഖനായി ചെയ്യുന്ന അപജയകർമ്മം അവനു വേണ്ടി മാത്രം എന്ന് പറഞ്ഞാൽ എന്താ? അപരനു വേണ്ടി അഹർനിശം പ്രയത്നം
അപരനു വേണ്ടി യാതൊരു ഫലേച്ഛയുമില്ലാതെ അഹർനിശം പ്രയത്നം ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ കൃപാലു എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൃപണനും കൃപാലു രണ്ട് തരത്തിലാണ് മനുഷ്യര് ഗുരു പറയുന്നത്. കൃപണന്മാരുണ്ട്, കൃപാലുക്കളുണ്ട്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഡൽഹി മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റ് രഘുനാഥ് ജി. അപ്പോൾ ഇത്തരത്തിലുള്ള കൃപാലുക്കൾ, ഈ വേദിയിലിരിക്കുന്ന പല ആൾക്കാരും ഇതുപോലെ പലരും പല സംഘടനയിലൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്കൊന്നും വീട്ടില് എന്താ പറയാ കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയാ സ്വന്തം അവനവനിലേക്ക് മാത്രം നോക്കാൻ എന്താ പറയാ സമയമെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തു തീർക്കാണ്ട്, എന്നാലും അതിൽ നിന്നൊക്കെ സമയം നമ്മൾ മാറ്റി വെച്ച് അപരനിലേക്ക് നോക്കുക. അപരനിലേക്ക് നോക്കുമ്പോഴാണ് നമ്മളിൽ മനുഷ്യത്വം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗുരുദേവന്റെ ആ കൃതിയിൽ ഗുരുദേവൻ പറയുന്നത്, അവസാനം പറയുന്നത് എന്താ? അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ്, ഒരു വെൽഫെയർ സ്റ്റേറ്റിലേക്ക് നമ്മളെല്ലാവരും നടന്നെടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കൃപാലുക്കളായിട്ടുള്ള ആൾക്കാർ മനുഷ്യരിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ഇടയിൽ കുറച്ച് മനുഷ്യത്വം ഉണ്ടാവണം. അപ്പോൾ ഇത്തരത്തിൽ മനുഷ്യത്വമുള്ള ആൾക്കാർ മുന്നോട്ട് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള സംഘടനകൾ ഉണ്ടാവുന്നത്. ഇങ്ങനെയുള്ള സംഘടനയിലൂടെയാണ് നമുക്ക് നല്ലൊരു ലോകം സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വലിയൊരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ഈ BPD കേരള ഇത്രയും നല്ലൊരു പരിപാടി ഓർഗനൈസ് ചെയ്ത് ഇത്രയും വലിയൊരു ഉദ്യമം, രക്തം ദാനം ചെയ്യുന്ന, അപരനിലേക്ക് നോക്കുന്ന അല്ലെങ്കിൽ അപരനിലേക്ക് നോക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന BPD കേരള ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് കുതിക്കട്ടെ, പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് കുതിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.